4 ദിവസത്തേക്കുള്ളായിട്ടോ. ആമി എങ്ങോട്ടാ പോന്ന ഈ രാത്രി? ഇട് നിങ്ങളോട്. പപ്പക്ക് നല്ലൊരു അടിപൊളി ഷർട്ട് വാങ്ങി. പക്ഷെ ഫുൾ ക്രെഡിറ്റും കിട്ടിയത് റില്ലുവിനാണ്. അവളോടൊന്നും വാങ്ങിക്കാൻ പറഞ്ഞെന്നുള്ളൊരു തെറ്റ്. 3 മാസം സമയം കിട്ടിയെങ്കിലും തൽക്കാല നേരമാണ് ഒരു ഈന്തുപിടി ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടിയത്. അത്രയധികം തിരക്കായിരുന്നു. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു ജഗബുഗ ആവുമല്ലോ. അത് എല്ലാവരുടെയും സ്ഥിതി ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാനും വിശ്വസിക്കുന്നത്. ചടങ്ങ് പോലെ എല്ലാ പ്രവാസികളും കൊണ്ടുപോകുന്ന അച്ചാർ ഉപ്പിലിട്ടതും നാരങ്ങ ഉപ്പിലിട്ടതും പിന്നെ കുറേ കറി പൗഡറുകളും എല്ലാം സെറ്റാക്കി. ഈ പെട്ടി കാണുമ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഭയങ്കര ഒരു വെറൈറ്റി പെട്ടിയാണല്ലോ. സാധാരണ എല്ലാവരും കൊണ്ടുപോകുന്നതിനേക്കാളും വേറെ കുറേ ഐറ്റംസ് ഞങ്ങളിതിലുണ്ട് കേട്ടോ. ഇത് പപ്പൻ സൗദിയിൽ അവിടുത്തെ ഹറമിൽ ഉപയോഗിക്കുന്ന യൂണിഫോമാണ്. പപ്പ ഈ കാലയളവിൽ ആദ്യമായിട്ടാണ് ഒരു 3 മാസം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഓൺലി 45 ഡേയ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള ആമി അടക്കമുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണ പപ്പ ഗൾഫിലേക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായത്. എന്തോ ഭയങ്കര ഒരു ആമി ഉള്ളത് കൊണ്ടായിരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കും എല്ലാവർക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 100 തവണയെങ്കിലും ചോദിക്കും പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ. കാരണം ഈ ഒരു കാര്യം ചില സമയങ്ങളിലൊക്കെ ആരായാലും മറന്നു പോകും ആ ഒരു വെപ്രാളത്തിലെ. ലാസ്റ്റ് മൊമെൻറ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതിനിടയ്ക്ക് ഒരു ട്രോളി എടുത്തിട്ട് അല്ലു ഈജോ ആമയും കൂടെ ഇങ്ങനെ ജഗ്ഗ പുകാക്കുന്നുണ്ട്. അത് പിന്നെ എവിടെ പോയാലും പറയിപ്പിക്കും, അതൊരു വേറെ വിഷയമാണ്. പിന്നെ ഒരു ചാൻസിൽ റില്ല് പപ്പനെ കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലും യാത്ര പറച്ചിലും എല്ലാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം എനിക്ക് മിസ്സായി പോകുന്നു. ഇതാണ് ഇപ്പോൾ ഒരു വലിയ ചടങ്ങുള്ളത്. ഞാൻ കരുതി മിക്കവാറും ആമീനെ പാസ്പോർട്ട് ഇല്ലാതെ പപ്പ കൊണ്ടുപോകേണ്ടി വരും. കാരണം അവളത് മുറുക്കി പിടിച്ചിട്ട് പിന്നെ വിടുന്നേ ഇല്ല. ഞങ്ങളാകെ ഒന്ന് ടെൻഷനായി, അയ്യോ ഇതൊരിപ്പോൾ എങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പൻ